ഹായ് വെൽക്കം ടു റെനീഷ CS എഡു വേൾഡ്. നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പഠിക്കാൻ പോകുന്നത് ഒരു നോഡ് ഡബിളി ലിങ്ക് ലിസ്റ്റിന്റെ എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് എ നോഡ് ഫ്രം ഡബിളി ലിങ്ക് ലിസ്റ്റ് അറ്റ് ദ എൻഡ്. ഓക്കെ, ഡിലീറ്റ് എ നോഡ് ഫ്രം എൻഡ് ഓഫ് എ ഡബിളി ലിങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഡിലീഷൻ പോസിബിൾ ഏതൊക്കെ കണ്ടീഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കുന്നത്? ഇഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ ദെൻ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ഇസ് എം ടി. സെക്കൻഡ് കണ്ടീഷൻ, ഒരു ലിങ്ക് ലിസ്റ്റ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്ത് ഓൺലി വൺ എലിമെന്റ് ആണോ ഉള്ളത് നോക്കുക. എങ്ങനെയാണ് ഒരു എലിമെന്റ് ഉള്ളത് നോക്കുന്നത്? സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നൾ ആണോ നോക്കുക. ആണെങ്കിൽ എന്താ ലിങ്ക് ലിസ്റ്റിനകത്ത് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്ത് ഒരു എലിമെന്റേ ഉള്ളൂ. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു എലിമെന്റ് ഇവിടെ ഉള്ളൂ. ഉള്ളെങ്കിൽ കണ്ട സ്റ്റാർട്ട് ആണിത്, സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് ഇത്. സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് നൾ ആണെങ്കിൽ ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ഓൺലി വൺ എലിമെന്റ്. ഒരു എലിമെന്റ് ഉള്ളെങ്കിൽ എങ്ങനെയാണ് ഡിലീഷൻ നടത്തേണ്ടത്? ഇതിനെ എടുത്ത് കളയാം, ഇതിനെ മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഓക്കെ, ഇതിനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് എന്താക്കണം? നള്ളാക്കണം. ഓക്കെ, ഈ ഒരു കണ്ടീഷന്റെ അകത്ത് ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് മോർ ദാൻ വൺ എലിമെന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എൻഡിൽ നിന്നാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഒരു ലിങ്ക് ലിസ്റ്റിന്റെ എൻഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ ഒരു നോഡിന്റെ നെക്സ്റ്റ് എപ്പോഴും എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഒരു നോഡിന്റെ നെക്സ്റ്റ് എം ടി ആണെങ്കിൽ അത് എന്തായിരിക്കും? എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടാണ് സ്റ്റാർട്ട്, തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇതിന്റെ എൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ എൻഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു പോയിന്റർ സെറ്റ് ചെയ്യുക. പി എന്ന് പറഞ്ഞ പോയിന്റർ വെച്ചു. ഇനി പിയുടെ നെക്സ്റ്റ് നൾ ആണോ എന്ന് നമ്മൾ നോക്കുക. പിയുടെ നെക്സ്റ്റ് നൾ ആണോ? അല്ല. ഓക്കെ, പിയുടെ നെക്സ്റ്റ് നൾ അല്ലെങ്കിൽ പി ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വന്നു. ഇനി നോക്കും പിയുടെ നെക്സ്റ്റ് നൾ ആണോ എന്ന് നോക്കും. ഇവിടെ നോക്കുമ്പോൾ പിയുടെ നെക്സ്റ്റ് നൾ അല്ല. ഓക്കെ, ഇവിടെ വന്ന് പി. ഇവിടെ നോക്കുമ്പോൾ പിയുടെ നെക്സ്റ്റ് നൾ ആണ്. പിയുടെ നെക്സ്റ്റ് നൾ ആണെങ്കിൽ അത് എന്താണ്? എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ പി പോയിന്റ് ചെയ്യുന്നത് ലാസ്റ്റ് നോഡിനെയാണ്. നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പൊ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് ഫീൽഡ് എന്താക്കണം? നള്ളാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റർ സെറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് നോഡിൽ ഒരു പോയിന്റർ സെറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്യൂവിന്റെ നെക്സ്റ്റ്, ഇവിടെ ഇപ്പൊ ക്യൂ ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ക്യൂവിന്റെ നെക്സ്റ്റ് നള്ളാക്കുക. നള്ളാക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യാം? ഫ്രീ ആക്കുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്ത് ഡിലീഷൻ നടത്തുന്നത്. എങ്ങനെയാണ്? നമ്മൾ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എൻഡ് കാണുക. എൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നോഡിലോട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ക്യൂ ഇവിടെ പോയിന്റ് ചെയ്യിക്കണമെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു പി പ്രിവ് എന്ന് കൊടുത്താൽ മതി. പിയുടെ പ്രിവ് ഏതാ? ഈ നോഡാ. കണ്ടോ? അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു പി പ്രിവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇത് ക്യൂ ഇവിടെ പോയിന്റ് ചെയ്യും. ഇനി എന്ത് ചെയ്താൽ മതി? ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് നോഡ്. അപ്പൊ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകും എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ക്യൂവിന്റെ നെക്സ്റ്റ് എന്താക്കണം? നള്ളാക്കണം. നള്ളാക്കിയിട്ട് പി എന്ത് ചെയ്യുക? ഫ്രീ ആക്കി വിടുക, അല്ലെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പൊ ഇതാണ് ലോജിക്ക്. ഇനി ഇതിന്റെ അൽഗോരിതം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അൽഗോരിതം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നോക്കി ഇഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ. ഇഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ മീൻസ് ലിങ്ക് ലിസ്റ്റ് ഇസ് എംപ്റ്റി. അങ്ങനെ എന്ത് ചെയ്യുന്ന പറയുന്നത്? ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റാർട്ട് നൾ ആണെങ്കിൽ സ്റ്റെപ്പ് 3 പോവാ, അല്ലെങ്കിൽ അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 3ക്ക് അത് എന്താ ചെയ്തിരിക്കുന്നത്? പ്രിന്റ് ഡിലീഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സ്റ്റാർട്ട് നൾ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യുക? ഡിലീഷൻ പോസിബിൾ അല്ല. ഓക്കെ, അതർവൈസിന്റെ അത് രണ്ട് കണ്ടീഷൻ വരും. എം ടി അല്ലെങ്കിൽ ഓൺലി വൺ എലിമെന്റ് വരാം, അല്ലെങ്കിൽ മോർ ദാൻ വൺ എലിമെന്റ് വരാം. നമ്മൾ ചെക്ക് ചെയ്യുക. ഇഫ് സ്റ്റാർട്ട് നെക്സ്റ്റ്, ഇതാണ് സ്റ്റാർട്ട്, സ്റ്റാർട്ടിന് നെക്സ്റ്റ് ഇതാണ്. അപ്പം ഇഫ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നൾ മീൻസ് ദ ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ഓൺലി വൺ എലിമെന്റ്. If start next is equal to null, start next 1 ആണെങ്കിൽ then go to step 5.
അങ്ങനാണെങ്കിൽ സ്റ്റെപ്പ് 5 പോവാ. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 6 അല്ലെങ്കിൽ സ്റ്റെപ്പ് 6 പോവാ. സ്റ്റെപ്പ് 6 5 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ട് നെക്സ്റ്റ് നൾ ആണെങ്കിൽ എന്ത് ചെയ്യാ? സ്റ്റാർട്ട് സെറ്റ് ടു നൾ. ഓക്കെ, സ്റ്റാർട്ട് സെറ്റ് ടു നൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് പോയി സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്നാ പറഞ്ഞത്. സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയിട്ട്. ഓക്കെ, അല്ല അതർവൈസ് എന്ത് ചെയ്യാം? ഫൈൻഡ് ദ എൻഡ് ഓഫ് ദ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്. കണ്ടുപിടിക്കുക എന്താണ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എൻഡ് കണ്ടുപിടിക്കുക. ഇഫ് പി പോയിന്റ് ടു ലാസ്റ്റ് നോഡ്, പി എന്ന് പറയുന്നത് എവിടെ പോയിന്റ് ചെയ്യണം? ലാസ്റ്റ് നോഡില്. ആൻഡ് ക്യൂ പോയിന്റ് ടു സെക്കൻഡ് ലാസ്റ്റ് നോഡ്. ക്യൂ എവിടെ പോയിന്റ് ചെയ്യണം? സെക്കൻഡ് ലാസ്റ്റ് നോഡിൽ പോയിന്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ക്യൂ. ഇതാണ് നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ക്യൂ. നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ക്യൂ സെറ്റ് ടു നൾ. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? നൾ ആക്കി സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാ? ഡിലീറ്റ് പി. ഇതിനെ പി എടുത്ത് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലിങ്ക് ലിസ്റ്റിൽ എവിടം വരെ എലിമെന്റ് ഉള്ളൂ? ഇത്ര എലിമെന്റ് കാണത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ എംപ്റ്റി ആണോ നോക്കി. എംപ്റ്റി ആണെങ്കിൽ ഡിലീഷൻ പോസിബിൾ അല്ല. അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ വരും. ഒരു എലിമെന്റ് ഉള്ള കണ്ടീഷനും മോർ ദാൻ വൺ ഉള്ള കേസും. ഒന്നേ ഉള്ളെങ്കിൽ ആ എലിമെന്റ് മാത്രമേ ഉള്ളൂ, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഏതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് നല്ലെന്ന് കൊടുത്താൽ മതി. മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എൻഡ് കണ്ടുപിടിച്ചു. എൻഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് പി എവിടെ പോയിന്റ് ചെയ്യണം? ലാസ്റ്റ് നോഡില്. ക്യൂ സെക്കൻഡ് ലാസ്റ്റ് നോഡിൽ പോയിന്റ് ചെയ്യണം. ക്യൂവിന്റെ നെക്സ്റ്റ് ഫീൽഡ് എന്താക്കുക? നള്ളാക്കുക. എന്നിട്ട് പി എന്താക്കുക? ഡിലീറ്റ് ചെയ്യുക. ഇതാണ് അൽഗോരിതം. അടുത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് നോക്കാം. ആദ്യം ഫംഗ്ഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത് വോയിഡ് ഡിലീറ്റ് DL ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പോയിന്റേഴ്സ് ആണ്, നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റേഴ്സ് ആണ് പി, ക്യൂ ആൻഡ് സ്റ്റാർട്ട്. 3 എണ്ണം. പിന്നെയും നമ്മൾ നോക്കുക ഇഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ ആണോ നോക്കുക. സ്റ്റാർട്ട് നൾ ആണെങ്കിൽ എന്താണ്? ഡിലീഷൻ ഈസ് നോട്ട് പോസിബിൾ. ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, എലിമെന്റ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ എൽസ് ഇഫ് എന്ത് ചെയ്യാം? അതിനകത്ത് ഓൺലി 1 എലിമെന്റ് ആണോ നോക്കുക. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആണ്. എംപ്റ്റി ആണെങ്കിൽ ഡിലീഷൻ പോസിബിൾ അല്ല. എംപ്റ്റി അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ വരും. ഓൺലി 1 എലിമെന്റ് ഉള്ളതും മോർ ദാൻ 1 ഉള്ളതും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് നൾ ആണോ എന്നിവിടെ നോക്കുക. അപ്പൊ ഈ കേസിൽ സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് നമുക്ക് നൾ ആണ്. അപ്പൊ സ്റ്റാർട്ടിന്റെ നെക്സ്റ്റ് നൾ ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? പി ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്. പി എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ചെയ്യണം. ഇനി സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്തായി? ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയി. ഓക്കെ, സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണ്. ഇനി എന്ത് ചെയ്യാം? ഫ്രീ പി എന്ന് പറയുമ്പോൾ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ആയിപ്പോ ഈ മെമ്മറി അത് റിയലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും അടുത്ത കേസ് എന്ന് പറഞ്ഞെങ്കിൽ ലിങ്ക് ലിസ്റ്റിനകത്ത് കണ്ടെയ്ൻ മോർ ദാൻ 1 എലിമെന്റ്. ഒന്നിൽ കൂടുതൽ എലിമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പി ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് എവിടെ പോയിന്റ് ചെയ്യണം? പി എവിടെ പോയിന്റ് ചെയ്യണം? സ്റ്റാർട്ടിൽ പോയിന്റ് ചെയ്യണം. വൈൽ പി നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? എൻഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ എൻഡ് കണ്ടുപിടിക്കുന്ന എൻഡിന്റെ പ്രത്യേകത എന്താ? ആ നോഡിന്റെ നെക്സ്റ്റ് ഫീൽഡ് നള്ളാണ്. അപ്പൊ ഇവിടെ നോക്കും പി നെക്സ്റ്റ്. പിയുടെ നെക്സ്റ്റ് ഫീൽഡ് നള്ളാണോ നോക്കും. അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? പി പോയിന്റ് ചെയ്യണം അടുത്തടുത്തോട്ട്. പി ഈക്വൽ ടു പി നെക്സ്റ്റ്. ഇനി നോക്കി പിയുടെ നെക്സ്റ്റ് ഈ കേസിൽ നള്ളാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പി ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് അടുത്തോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇനി നോക്കി പിയുടെ നെക്സ്റ്റ് നള്ളാണോ നോക്കി. ആണെങ്കിൽ അതാണ് എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ്, ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്. ഇനി നമ്മൾ പറയേണ്ടത് സെക്കൻഡ് ലാസ്റ്റ് നോഡിലേക്ക് ഒരു പോയിന്റർ ക്യൂ പോയിന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. ആ പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ പി ആണെങ്കിൽ പിയുടെ പ്രിവ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡ് ഏതാ? പ്രിവ് ഫീൽഡ് ആണ്. പിയുടെ പ്രിവ്. ഓക്കെ, ഈ ഒരു ഫീൽഡിനകത്ത് ഏതിന്റെ അഡ്രസ്സാ? ഈ നോഡിന്റെ അഡ്രസ്സാ. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ മതി ക്യൂ ഈസ് ഈക്വൽ ടു പി പ്രിവ്. കണ്ട, അപ്പൊ ഇത് ഇവിടെ വരും. ഇനി എന്ത് ചെയ്യാം? ക്യൂവിന്റെ നെക്സ്റ്റ് നള്ളാക്കുക. ക്യൂവിന്റെ നെക്സ്റ്റ് ഈ ഒരു ഫീൽഡ് എന്താക്കി? നള്ളാക്കി.
നല്ലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഫ്രീ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് എൻഡിന് ഒരു എലിമെന്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.